ദാമോദരൻ ചരിതാമൃത കേട്ടിട്ടൊരു സുമാറില്ലല്ലോ. എന്ത് പാടുപെട്ട ഈ വായിക്കുന്നേ, ഒരക്ഷരം മനസ്സിലാവുന്നില്ല. എന്തോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ. ഒന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞു. ഒന്നും വ്യക്തമായില്ലെങ്കിലും ശബ്ദം ഞാൻ കേട്ടു. ഈ രാമായണ കഥയൊക്കെ എനിക്കും അറിയാം, പക്ഷേ ഈ വായിക്കുന്നത് അങ്ങോട്ട് എനിക്കത്ര മനസ്സിലാവുന്നില്ല. പോകരുത് മാഡം, അത് മാഡത്തിന്റെ അമ്മമ്മയാ. ധിക്കാരൊന്നും കാട്ടരുത്. അതെ, അത് തന്നെ ഞാനും പറഞ്ഞത്. എന്തൊക്കെയാണെങ്കിലും ഏത് കൊട്ടാരത്തിലെ തമ്പുരാട്ടിയാണെങ്കിലും ആ സരസ്വതി അമ്മേ എന്റെ അമ്മമ്മ തന്നെയാണല്ലോ. പക്ഷെ എന്തിനെത്ര ഹെഡ് വെയിറ്റ്, എന്തിനെത്ര ജാട? അവരൊക്കെ വലിയ ആളുകളല്ലേ മാഡം, കുറച്ച് ജാട കാണിച്ചോട്ടെ. വലിയ ആളുകളൊന്നേ ഇത്തരം തലക്കരം കാണിക്കാറില്ല. വലിയ ആളുകളാണെന്ന് ഭാവിക്കുന്നവരാ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന. അതുകൊണ്ട് ഞാൻ ആ മുറിക്കകത്തേക്ക് കയറാൻ പോവാ. എന്റെ സ്വന്തം അമ്മമ്മയാ, എനിക്ക് അമ്മമ്മയോട് സംസാരിക്കണം. ഈ അമ്മാമ്മ മാഡത്തെ വിളിക്കും, ഷുവർ. അപ്പൊ സംസാരിച്ച പോരെ? എനിക്ക് അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല രാജു. എന്നാ അങ്ങോട്ട് ഇടിച്ചു കയറി ചെല്ല്. എന്നിട്ട് അമ്മമ്മയുടെ വായിന്നും കയ്യിന്നും ഒരു 3-4 വാങ്ങിച്ചു കേട്ട്. അതാണല്ലോ ശീലം. കിട്ടിക്കഴിഞ്ഞ് തിരികെ വന്ന് എന്റെ മുന്നിൽ നിന്ന് മോങ്ങരുത്. ഞാൻ ബോഡി കടക്കയാ, പക്ഷേ മനക്കരുത്തില്ല. മാഡം കരയുന്ന കണ്ടാ എനിക്കും വിഷമാവും. എന്തൊക്കെ പറഞ്ഞാലും ഇനി എന്നെ 2 തല്ലിയാലും ആ മുറിക്കകത്തിരിക്കുന്നതേ എന്റെ അമ്മയുടെ അമ്മ തന്നെയല്ലേ. പയ്യെ തിന്ന പനയും തിന്നാന്ന് മിസ്റ്റർ വേണു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മിസ്റ്റർ വേണു ആരാണെന്നറിയാലോ? എന്റെ അച്ഛൻ. അതുകൊണ്ട് ഒന്ന് ക്ഷമിച്ച് നിന്നൂടെന്നാ എന്റെ ഒരു റിക്വസ്റ്റ്. ഇല്ല, പറ്റില്ല. ഞാൻ അകത്തേക്ക് കയറും. രാമായണം രാമന്റെ യാത്ര മാത്രമല്ല, അത് സീതായനം കൂടിയാണ്. രാമായണം രാത്രി മാഞ്ഞു പോണം. നിത്യജീവിതത്തിലേത് മാത്രമല്ല, ലോകത്തിലെ തന്നെ ഇരുട്ട് മാഞ്ഞു പോണം. അതുകൊണ്ട് തന്നെയാണ് തോരാമഴയുള്ള കറുത്ത കർക്കിടകങ്ങൾ രാമായണ മാസമായിട്ട് ആചരിക്കുന്നത്. അത് ശരി, ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. എന്തിനാ എന്നോട് ഗൗരവം എനിക്കറിയണം. അതുകൊണ്ട് രാജു ഒന്ന് മാറ്, എനിക്ക് അമ്മമ്മയെ കാണണം. വിളിച്ചിട്ട് ചെല്ലുന്നതല്ലേ അതിന്റെ ഒരു മര്യാദ. വിളിക്കാതെ ഇടിച്ചു കയറി ചെന്നിട്ട് വെറുതെ ഗെറ്റ് ഔട്ട് മേടിക്കണോ? എന്തായാലും ഞാൻ പോവും. അറിയാത്ത പിള്ള ചൊറിയുമ്പോഴറിയും. എന്താ മിസ്റ്റർ വേണു പറഞ്ഞതാ ഒരു പഴമൊഴി. മേഡം ചെല്ല്. കാരണം നോക്കി ഒരു പൂശ് കിട്ടിയ ആ ശബ്ദം കേട്ടാ ഞാൻ പുറത്തേക്ക് ഓടും. ഞാനേ ദേ ഇവിടെ വെയിറ്റ് ചെയ്യാം. പിന്നെ എന്റെ അമ്മമ്മ ഇപ്പൊ എന്നെ തല്ലും. രാജു ദേ കണ്ടോ, അങ്ങോട്ട് മാറി രാജു. Ha ha.